1949 ഹയർ എലമെന്ററി സ്കൂൾ ആയി പ്രവർത്തനമാരംഭിച്ച കുലുക്കിലിയാട് സരസ്വതി വിലാസം അപ്പർ പ്രൈമറി സ്കൂൾ പ്രവർത്തനനിരതവും സ്വാർത്ഥകവുമായ 77 വർഷം പിന്നിടുകയാണ്. കെ ശങ്കരഗുപ്തൻ എന്ന പ്രധാന അധ്യാപകൻ പി കൊച്ചുകുട്ടനെ ആദ്യ വിദ്യാർത്ഥിയായി പ്രവേശനം നൽകി 6ാം ക്ലാസ് ആരംഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ 7-8 ക്ലാസുകളും ആരംഭിച്ചു. ശങ്കരഗുപ്തനു ശേഷം നാരായണ പിഷാരടി, പി ഉണ്ണികൃഷ്ണൻ, കെ രാമകൃഷ്ണൻ, എൻ ബാലചന്ദ്രൻ, എം മോഹനൻ, പി ബാബുരാജ് എന്നിവർ പ്രധാന അധ്യാപകരായി. ഇന്ന് പ്രധാന അധ്യാപകൻ കെ അബു മാസ്റ്ററുടെ നേതൃത്വത്തിൽ 22 ഡിവിഷനുകളിലായി 800ഓളം കുട്ടികളും 31 അധ്യാപകരും ഒരു അനധ്യാപകനുമായി ചെർപ്പളശ്ശേരി ഉപജില്ലയിലെ ഏറ്റവും വലിയ അപ്പർ പ്രൈമറി വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. തച്ചനാട്ടുകര മുസ്ലിം ഓർഫണേജ് അസോസിയേഷന്റെ കീഴിൽ മാനേജർ കെ അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വിദ്യാലയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2025-26 അധ്യയന വർഷത്തെ പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന് നമ്മുടെ സ്കൂൾ വേദിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മനോഹരമായ നൃത്ത ചുവടുകളുമായി നവാഗതരെ വരവേറ്റു. വെജിറ്റബിൾ ബിരിയാണിയും പായസവും നൽകി. 2024-25 അധ്യയന വർഷത്തെ USS പരീക്ഷയിൽ 22 USS നേടി ചരിത്ര നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ജനനി ബി ഗിഫ്റ്റഡ് സ്റ്റുഡൻസിൽ ഇടം പിടിച്ചു. ഈ വർഷത്തെ USS പരിശീലനം ജൂലൈ മാസത്തിൽ തന്നെ ആരംഭിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും SN കോളേജ് പ്രൊഫസറുമായ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തല ശാസ്ത്ര, ഗണിത, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ സംഘടിപ്പിച്ചു. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരിനത്തിലെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ തല ശാസ്ത്രമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ഉപജില്ലാ ശാസ്ത്രമേളകളിൽ പങ്കെടുപ്പിച്ചു. സയൻസ് പരീക്ഷണത്തിൽ 3ാം സ്ഥാനവും A ഗ്രേഡും, വർക്കിംഗ് മോഡൽ, സയൻസ് പ്രോജക്ട്, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയിൽ A ഗ്രേഡും, സ്റ്റിൽ മോഡലിൽ B ഗ്രേഡും കരസ്ഥമാക്കി. സാമൂഹ്യശാസ്ത്ര സ്റ്റിൽ മോഡലിൽ 3rd A ഗ്രേഡും, വർക്കിംഗ് മോഡലിൽ A ഗ്രേഡും കരസ്ഥമാക്കി. ഗണിതശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡലിൽ 3rd A ഗ്രേഡും, ജോമെട്രിക്കൽ ചാർട്ട്, പസിൽ ഗെയിം, മാധവ പേപ്പർ പ്രസന്റേഷൻ തുടങ്ങിയ ഇനങ്ങളിൽ A ഗ്രേഡും, നമ്പർ ചാർട്ടിന് B ഗ്രേഡും കരസ്ഥമാക്കി. പ്രവൃത്തി പരിചയമേളയിൽ ഉപജില്ലയിൽ പങ്കെടുപ്പിച്ച 10 ഇനങ്ങളിലും നമ്മുടെ കുട്ടികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം സെപ്റ്റംബർ 18-19 ദിവസങ്ങളിലായി വർണ്ണാഭമായി നടന്നു. ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം വിഷ്ണു അലനല്ലൂർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ജനറൽ, അറബി, ഉറുദു, സംസ്കൃതം എന്നീ വിഭാഗങ്ങളിലായി 200-ൽ പരം വിദ്യാർത്ഥിനികൾ മാറ്റുരച്ച സ്കൂൾ കലോത്സവം വളരെ മികവേറിയതായി. തിരുവാതിര, ഒപ്പന, സംഘനൃത്തം, മാപ്പിളപ്പാട്ട്, ലളിതഗാനം, ഭരതനാട്യം തുടങ്ങി 25 ഇനങ്ങളിലായി കുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയായി. 2025-26 അധ്യയന വർഷത്തെ ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ നമ്മുടെ വിദ്യാലയം അഗ്രിഗേറ്റ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ ഉൾപ്പെട്ട 13 വ്യക്തിഗത ഇനങ്ങളിലും 3 ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരിക്കുകയും 15 ഇനങ്ങളിൽ A ഗ്രേഡും 1 ഇനത്തിൽ B ഗ്രേഡും കരസ്ഥമാക്കി. ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഉറുദു കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ ഇനങ്ങളിലും A ഗ്രേഡ് ലഭിക്കുകയും സംഘഗാനത്തിൽ 2ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ചെർപ്പളശ്ശേരി ഉപജില്ലയിൽ നിന്നും മലയാള കവിതയിൽ 5 E ക്ലാസ്സിലെ അമേയ ഗോപൻ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കുകയും ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് A ഗ്രേഡിന് അർഹയാവുകയും ചെയ്തു. ചെർപ്പളശ്ശേരി ഉപജില്ല അറബിക് കലോത്സവത്തിൽ ഈ വർഷവും നമ്മുടെ സ്കൂൾ 1ാം സ്ഥാനം നിലനിർത്തി. 4 ഇനങ്ങളിൽ A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനവും 5 ഇനങ്ങളിൽ 2ാം സ്ഥാനവും 3 ഇനങ്ങളിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കിയ നമ്മുടെ കുട്ടികൾ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടി. ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. ജില്ലാതലത്തിൽ തന്നെ 2ാം സ്ഥാനം നിലനിർത്തി സ്കൂളിന്റെ യശസ്സുയർത്തി. ചെർപ്പളശ്ശേരി ഉപജില്ല സംസ്കൃതോത്സവത്തിൽ ആകെ പങ്കെടുത്ത 17 ഇനങ്ങളിൽ 15 A ഗ്രേഡ് നേടുകയുണ്ടായി. 5 E ക്ലാസ്സിലെ അലോക സംസ്കൃത പ്രസംഗത്തിൽ 1ാം സ്ഥാനവും A ഗ്രേഡും നേടി. കഴിഞ്ഞ വർഷം നടന്ന സംസ്കൃത സ്കോളർഷിപ്പിന് നമ്മുടെ സ്കൂളിലെ ശബരി, ജനനി എന്നീ കുട്ടികൾ അർഹത നേടി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച ഉയർത്താവുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുള്ള 7 കുട്ടികൾ ഈ വിദ്യാലയത്തിലുണ്ട്. ചെർപ്പളശ്ശേരി BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശോഭ ടീച്ചറുടെ സേവനം ആഴ്ചയിൽ 2 ദിവസം ഇത്തരം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ശാരീരിക പരിമിതികൾ മൂലം സ്കൂളിൽ എത്തിപ്പെടാൻ കഴിയാത്ത 3 കുട്ടികളുടെ വീട്ടിലെത്തി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്നു.
ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 6ാം ക്ലാസ് വിദ്യാർത്ഥി ആൽവിൻ ടുനോയ് ന്യൂമാക്സ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ജില്ലാതലത്തിലേക്ക് സെലക്ട് ചെയ്തു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവുകയുള്ളൂ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ വിദ്യാലയത്തിൽ റഫീഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ചിട്ടയായ ഫുട്ബോൾ പരിശീലനം നടന്നുവരുന്നു. കുട്ടികളിൽ കായികക്ഷമതയും മത്സരബുദ്ധിയും ടീം സ്പിരിറ്റും വളർത്തുന്നതിനുവേണ്ടി 5, 6, 7 ക്ലാസുകളിൽ ക്ലാസ് തല ഫുട്ബോൾ മത്സരം നടത്തുകയും 1ാം സ്ഥാനക്കാർക്ക് മെഡലുകളും ട്രോഫികളും സമ്മാനിക്കുകയും ചെയ്തു. ചെറുപ്ലശ്ശേരി സബ് ജില്ല അലിഫ് അറബി ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ എതിർ ടീമിനെ 5 ഗോളിന് തോൽപ്പിച്ച് നമ്മുടെ സ്കൂൾ ചാമ്പ്യന്മാരായി. നിർധനരായവരെയും കിടപ്പ് രോഗികളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിവെച്ച കാരുണ്യ സഹായനിധി പദ്ധതിയുടെ 9ാമത് വാർഷിക പരിപാടികൾക്ക് ഈ വർഷം തുടക്കം കുറിച്ചു. സഹായനിധിയിലേക്ക് ഫണ്ട് ശേഖരിക്കുക എന്നതിന്റെ ആദ്യപടിയായി സമ്മാന കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷെറീന പി നിർവഹിച്ചു. ഇതിനായി 800-ലധികം സമ്മാന കൂപ്പൺ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും 1.5 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കാനും കഴിയുമെന്നാണ് നിഗമനം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കു വേണ്ടിയുള്ള പഠനോപകരണങ്ങൾ, പല വ്യഞ്ജന കിറ്റുകൾ, നിർധനരായ രോഗികൾക്കു വേണ്ടിയുള്ള സഹായങ്ങൾ എന്നിവയും ഇതിലൂടെ നൽകുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ വിശന്നെത്തുന്ന കുട്ടികൾക്ക് വേണ്ടി 2016 MLA പി. ഉണ്ണി ഉദ്ഘാടനം ചെയ്ത സ്നേഹപ്രാതൽ 9ാം വർഷവും തുടർന്നു പോരുന്നു. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന സ്നേഹപ്രാതലിൽ ഇഡ്ലി, സാമ്പാർ, പുട്ട്, കടല, ഉപ്മാവ്, പഴം തുടങ്ങിയ വിഭവങ്ങളാണ് നൽകി വരുന്നത്. PTA-യുടെയും നാട്ടിലെ സുമനസ്സുകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. കുട്ടികളിൽ ജനാധിപത്യ ബോധം ഉണ്ടാക്കാനും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്താനും ഉതകുന്ന തരത്തിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയതിലൂടെ സ്കൂൾ ലീഡറെയും സ്പീക്കറെയും തെരഞ്ഞെടുത്തു. നമ്മുടെ സ്കൂളിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ആഴ്ചയിൽ 2 ദിവസം മലയാളം, അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ സ്കൂൾ അസംബ്ലി നടത്തിവരുന്നു. ഇതിലൂടെ കുട്ടികളുടെ സഭാകമ്പം ഇല്ലാതാക്കാനും നേതൃത്വ പാടവശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്നു. ഈ വർഷത്തെ PTA വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. പുതിയ PTA ഭാരവാഹികളിൽ അജീഷ് എസ് PTA പ്രസിഡന്റായും KP പത്മാവതിയെ MPTA പ്രസിഡന്റായും ബെന്നി മിഖായേൽ, റസീന M, പ്രവീൺ PG എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. യോഗത്തിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൈത്താങ്ങ് നൽകുന്നതിനായി മലയാള തിളക്കം എന്ന പേരിൽ പ്രത്യേക പരിശീലനം രാവിലെ 9:15 മുതൽ 9:45 വരെയും വൈകുന്നേരം 3:30 മുതൽ 4 മണി വരെയും അതാത് ക്ലാസ് ടീച്ചർമാരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. കായികക്ഷമത, ആരോഗ്യം, പ്രതിരോധം എന്നിവ നേടിയെടുക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്കൂളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഇൻസ്ട്രക്ടർ സൈന മനോജിന്റെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം നടന്നുവരുന്നു. കുട്ടികളുടെ ഗൃഹാന്തരീക്ഷം, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിനും അധ്യാപക രക്ഷാകർതൃബന്ധം ദൃഢമാക്കുന്നതിനും വേണ്ടി ഈ വർഷവും ഗൃഹസന്ദർശനം നടത്തിവരുന്നു. സ്വഭാവ രൂപീകരണം, സേവന മനോഭാവം, പൗരബോധം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്കൂളിൽ സ്കൗട്ട് യൂണിറ്റ് ഗോവിന്ദൻകുട്ടി മാസ്റ്റർ, റഫീഖ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. മാനസിക ഉല്ലാസത്തിനും പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനുമായി പഠന വിനോദയാത്രകൾ സംഘടിപ്പിച്ചു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മൈസൂരിലേക്കും അലിഫ് അറബി ക്ലബിന്റെ നേതൃത്വത്തിൽ കക്കടാംബൊയിലേക്കും യാത്ര നടത്തി. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണമാണ് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് നൽകി വരുന്നത്. ആഴ്ചയിൽ 1 ദിവസം ബിരിയാണിയും കൂടാതെ മുട്ട, പാൽ, പായസം എന്നിവയും നൽകി വരുന്നു. അബൂബക്കർ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റിയാണ് ഇതിന് മുൻകൈയെടുക്കുന്നത്. കൗതുകവും ജിജ്ഞാസയും കുട്ടികളിൽ ഉണർത്തുന്നതിനുവേണ്ടി ഭാരത് സർക്കസിന്റെ വിനോദ പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചു. മാവേലി മന്നന്റെ വരവറിയിച്ചുകൊണ്ട് ഈ പ്രാവശ്യവും നമ്മുടെ സ്കൂളിൽ ഓണാഘോഷം വിപുലമായി ആഘോഷിച്ചു. കുട്ടികൾക്കായി പൂക്കള മത്സരം, ഓണസദ്യ, ഓണക്കളികൾ എന്നിവ നടത്തി. സ്പിക് മാക്കെ സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഒഡീസി സോദാഹരണ ശില്പശാല നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചു. നർത്തകി റോജി സോയിൻ നേതൃത്വം നൽകിയ നൃത്തശില്പശാല കുട്ടികളിൽ കൗതുകമുണർത്തി. പ്രകൃതി സംരക്ഷണ ബോധം കുട്ടികളിൽ എത്തിക്കുന്നതിനു വേണ്ടി സീഡ് ക്ലബ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു.
ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കൽ, കൈമാറൽ, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, വാഴകൃഷി പരിപാലനം, ഫലവൃക്ഷത്തൈ പരിപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിവരുന്നു. കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ഹരിത വിദ്യാലയം പുരസ്കാരം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയിൽ നിന്നും സീഡ് കോർഡിനേറ്റർ എം ഷാനിൽ മാസ്റ്റർ ഏറ്റുവാങ്ങുകയുണ്ടായി. കുട്ടികളിൽ നല്ല ശീലം വളർത്തിയെടുക്കുക, കൂട്ടായ പ്രവർത്തനത്തിന്റെ മഹത്വം തിരിച്ചറിയുക, വിവിധ മേഖലകളിൽ കുട്ടികളുടെ കഴിവുകൾ തെളിയിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഷെഫീഖ് മാസ്റ്റർ, KP സുധ ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ നല്ല പാഠം ക്ലബ്ബ് പ്രവർത്തിച്ചുവരുന്നു. കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാള മനോരമ ഏർപ്പെടുത്തിയ വിദ്യാലയങ്ങൾക്കുള്ള A ഗ്രേഡ് പുരസ്കാരം MP ശ്രീകണ്ഠനിൽ നിന്നും നമ്മുടെ വിദ്യാലയത്തിലെ ഷെഫീഖ് മാസ്റ്റർ ഏറ്റുവാങ്ങി. കുലിക്കിലിയാട് പന്തലിങ്ങൽ അങ്കനവാടിയിലെ കുരുന്നുകൾക്കായി നല്ല പാഠം ക്ലബ്ബ് കുട്ടികൾ ശേഖരിച്ച കളിപ്പാട്ടവുമായി സ്നേഹയാത്ര ഒരുക്കി. കൃഷിയോടുള്ള താൽപര്യം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായി ഗ്രോ ബാഗ് പച്ചക്കറി കൃഷി, കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ പൂന്തോട്ട പരിപാലനം, കൂടാതെ ലഹരി വിരുദ്ധ റാലി, പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ്, പേവിഷബാധ ബോധവൽക്കരണ ക്ലാസ്, കൗമാരക്കാർക്കായുള്ള പ്രത്യേക ക്ലാസ്, പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോസ്റ്റർ നിർമ്മാണ മത്സരം തുടങ്ങിയ പരിപാടികൾ നല്ല പാഠം ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സംവിധായകനും നാടക നടനുമായ TK വാസുദേവൻ നിർവഹിച്ചുകൊണ്ട് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് KPS പയ്യനടം വായനാ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. വായനാ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂലൈ 8 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് അസംബ്ലിയിൽ കുട്ടികൾ അവതരിപ്പിച്ച ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം കുട്ടികളിൽ കൗതുകമുണർത്തി. കുട്ടികളിൽ ഭാഷാ പരിജ്ഞാനം വളർത്തിയെടുക്കാൻ വേണ്ടി BRC തലത്തിൽ നടത്തുന്ന സ്കൂൾ തല ഭാഷാ പ്രതിഭാ തിരഞ്ഞെടുപ്പ് മത്സരമായ വാങ്മയം നടത്തി. പ്രശസ്ത ചിത്രകാരൻ ജഗദീഷ് നാരായണന്റെ നേതൃത്വത്തിൽ ചിത്രരചന ശില്പശാലയും നാടകാഭിനയം നാടൻപാട്ട് ശില്പശാലയും പ്രശസ്ത സംവിധായകനും നാടക നടനുമായ TK വാസുദേവൻ അവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. യുദ്ധവിരുദ്ധ മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ഓഗസ്റ്റ് 6-9 ഹിരോഷിമ നാഗസാക്കി ദിനം സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബാഡ്ജ് നിർമ്മാണ മത്സരം നടത്തി. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ മഹാന്മാരുടെ വേഷം ധരിച്ച റാലി സംഘടിപ്പിച്ചു. ഗാന്ധിത്തൊപ്പി നിർമ്മാണം, ദണ്ഡിയാത്ര എന്നിവ കുട്ടികളിൽ കൗതുകമുണർത്തി. കേരളപ്പിറവി ദിനത്തിൽ ഭൂപട നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചു. ജൂലൈ 11 ജനസംഖ്യാ ദിനത്തിൽ പോസ്റ്റർ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചു. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാന അധ്യാപകൻ K അബു മാസ്റ്റർ പതാക ഉയർത്തി. ദേശഭക്തി ഗാനം, പതാക ഗാനം എന്നീ പരിപാടികൾ അവതരിപ്പിച്ചു. പകർച്ചവ്യാധി ബോധവൽക്കരണ ക്ലാസും ശാസ്ത്ര ക്ലബ്ബ് ഉദ്ഘാടനവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MN ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 21 ചാന്ദ്രദിനത്തിൽ റോക്കറ്റ് നിർമ്മാണം, ചാർട്ട് അവതരണം, കൊളാഷ് നിർമ്മാണം, റോൾ പ്ലേ, ചാന്ദ്രദിന ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികളോടെ വിപുലമായി ആചരിച്ചു. ഗണിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗണിത ക്ലബ് അംഗങ്ങളെ ഉൾപ്പെടുത്തി ഗണിത മാഗസിൻ, ഗണിത ക്വിസ് മത്സരം, പതാക നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു. ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂലൈ 31 പ്രേംചന്ദ് ജയന്തിയും സെപ്റ്റംബർ 10 ഹിന്ദി ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഹിന്ദി അസംബ്ലിയും സംഘടിപ്പിച്ചു. നമ്മുടെ വിദ്യാലയത്തിൽ 5, 6, 7 ക്ലാസുകളിലായി ഉറുദു പഠനം നടന്നുവരുന്നു. ഭാഷയിൽ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിക്കുന്നതിനായി ജൂലൈയിൽ തന്നെ ഗുൽഷൻ എന്ന പേരിൽ ഉറുദു ക്ലബിന് രൂപം നൽകി. ദിനാചരണ പ്രവർത്തനങ്ങൾക്കാണ് ക്ലബ്ബ് ഊന്നൽ നൽകുന്നത്. USS എഴുതുന്ന ഉറുദു കുട്ടികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ നൽകി വരുന്നു. സംസ്ഥാനതല ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അറബി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ തലത്തിൽ അറബിക് ടാലന്റ് ടെസ്റ്റ് നടത്തുകയും സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനം നേടിയ 7E ക്ലാസ്സിലെ ജയ്ഷയെ സബ് ജില്ലാ മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഈദ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മൈലാഞ്ചി മത്സരവും മാപ്പിളപ്പാട്ട് മത്സരവും കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. സർഗശ്രീ സംസ്കൃത സമാജ പ്രവർത്തനങ്ങൾ 2025-26 അധ്യയന വർഷാരംഭത്തിൽ തന്നെ തുടക്കം കുറിച്ചു.
വ്യാസപൂർണിമ ദിനം ഗുരുപ്രണാമം എന്ന പരിപാടി നടത്തി. ഗുരുവിന്റെ മഹത്വങ്ങൾ ഉദ്ഘോഷിക്കുന്ന സുഭാഷിതങ്ങളുടെ ആലാപന മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് സമ്മാനദാനം ഉണ്ടായി. ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം വിദ്യാലയത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സംസ്കൃത ദിവസം സ്കൂൾ അസംബ്ലി സംസ്കൃതത്തിൽ നടത്തി. സംസ്കൃത ദിന പ്രതിജ്ഞ, സംസ്കൃത ദിന സന്ദേശവാചനം, പ്രശ്നോത്തരി മത്സരം, ഭാഷാ മഹത്വം, പ്രഭാഷണം എന്നിവ നടത്തി. ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം എല്ലാ ക്ലാസുകളിലും കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും പുതുവർഷത്തെ വരവേൽക്കുകയും ചെയ്തു. സമയപരിമിതി മൂലം വിദ്യാലയ പ്രവർത്തനങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. തുടർ വർഷങ്ങളിലും നൂതന പ്രവർത്തനങ്ങളുമായി വിദ്യാലയം മുന്നോട്ട് തന്നെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.